ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവരുടെ അഭിമാന സ്തംഭമായിരുന്ന മോസ്കായി മാറിയ തുർക്കിയിലെ ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയം നഷ്ടപ്പെട്ടതോ അതോ നഷ്ടപ്പെടുത്തിയതോ? കണ്ണുനീരിന്റെയും അധിനിവേശത്തിന്റെയും അധികാര പോരാട്ടങ്ങളുടെയും വഞ്ചനയുടെയും അനൈക്യത്തിന്റെയും ചരിത്രം തേടിയുള്ള തുർക്കിയുടെ മണ്ണിലൂടെയുള്ള ഷെക്കേന ന്യൂസിന്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയത്തിന്റെ ആ മഹത്വത്തെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ചില അധ്യായങ്ങളിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തുനാഥന്റെ വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ് തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നായിരിക്കണം എന്നത്. എന്നാൽ ചരിത്രത്തിന്റെ വഴികളിൽ മനുഷ്യന്റെ രാഷ്ട്രീയവും ചിന്താപരവുമായ വ്യത്യാസങ്ങളും സഭയുടെ ബാഹ്യമായ ഐക്യത്തിന് പലപ്പോഴും വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച അത്തരം സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവർഷം 1054 നടന്ന ഗ്രേറ്റ് സ്കിസം അഥവാ മഹാപിളർപ്പ് അഥവാ പൗരസ്ത്യ പാശ്ചാത്യ പിളർപ്പ്. നൂറ്റാണ്ടുകളായി ഒരൊറ്റ ശരീരമായി ഒരേ വിശ്വാസത്തിൽ നിലകൊണ്ടിരുന്ന ആഗോള സഭ പാശ്ചാത്യ കത്തോലിക്ക സഭയെന്നും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയെന്നും രണ്ടായി വേർപിരിഞ്ഞത് പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസം ആയിരുന്നില്ല. മറിച്ച് നൂറ്റാണ്ടുകളായി റോമും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിൽ പുകഞ്ഞുകൊണ്ടിരുന്ന സാംസ്കാരികവും രാഷ്ട്രീയവും ദൈവശാസ്ത്രപരവുമായ ഭിന്നതകളുടെ അന്തിമ സ്ഫോടനമായിരുന്നു അത്. റോമൻ സാമ്രാജ്യത്തിന്റെ വിഭജനത്തോടെ തന്നെ പടിഞ്ഞാറൻ ഭാഗവും കിഴക്കൻ ഭാഗവും തമ്മിൽ വലിയ സാംസ്കാരിക അകൽച്ച രൂപപ്പെട്ടിരുന്നു. പടിഞ്ഞാറൻ സഭ ലത്തീൻ ഭാഷയും ചിന്താഗതികളെയും മുറുകെ പിടിച്ചപ്പോൾ കിഴക്കൻ സഭ ഗ്രീക്ക് ഭാഷയും അതിനോടനുബന്ധിച്ച ദൈവശാസ്ത്ര ചിന്താഗതികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭാഷാപരമായ ഈ വ്യത്യാസം പലപ്പോഴും പരസ്പരം മനസ്സിലാക്കുന്നതിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇതിനു പുറമെ രാഷ്ട്രീയമായ അധികാര വടംവലികളും സഭകൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. സഭയുടെ ഭരണാധികാരവും വിശ്വാസ പ്രമാണത്തിലെ ഒരു വാക്കും തമ്മിലുണ്ടായ തർക്കമാണ് നൂറ്റാണ്ടുകൾ നീണ്ട ഈ വലിയ പിളർപ്പിലേക്ക് നയിച്ചത്. റോമൻ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് സഭയുടെ ആഗോള ഐക്യത്തിന്റെ പരമപ്രധാനമായ കേന്ദ്രം വിശുദ്ധ പത്രോസിന്റെ സിംഹാസനമാണ്. ക്രിസ്തുനാഥൻ സ്ലീഹന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസിന് നൽകിയ സവിശേഷമായ സ്ഥാനവും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളും പത്രോസിന്റെ പിൻഗാമിയായ റോമിലെ മാർപ്പാപ്പയ്ക്ക് ആഗോള സഭയുടെ മേൽ പരമാധികാരം നൽകുന്നുവെന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. സഭയിലെ അച്ചടക്കവും വിശ്വാസപരമായ ശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ മാർപ്പാപ്പയുടെ ഈ പരമാധികാരം അത്യാവശ്യമാണെന്ന നിലപാടായിരുന്നു റോമിന്റേത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഫിലിയോക്യുയി തർക്കമായിരുന്നു. വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് റോമിലെ ലത്തീൻ സഭ കൂട്ടിച്ചേർത്തു. അക്കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ പടർന്നു പിടിച്ച ആര്യൻ പാഷണ്ഡതയെ പ്രതിരോധിക്കുവാനും പുത്രനായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വം ഉറപ്പിച്ചു പറയുവാനും ഈ കൂട്ടിച്ചേർക്കൽ അനിവാര്യമായിരുന്നു എന്നാണ് കത്തോലിക്ക ദൈവശാസ്ത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ ഈ വിഷയങ്ങളെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് വീക്ഷിച്ചത്. അവരുടെ കാഴ്ചപ്പാടിൽ സഭയുടെ ഭരണം എന്നത് 5 പ്രധാനപ്പെട്ട പാത്രിയാർക്കേറ്റുകളുടെ കൂട്ടായ്മയാണ്. റോമിലെ ബിഷപ്പിന് സമന്മാരിൽ ആദ്യൻ എന്ന ആദരണീയമായ സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് പ്രാദേശിക സഭകളുടെ മേൽ ഏകപക്ഷീയമായ ഭരണാധികാരം പ്രയോഗിക്കാൻ മാർപ്പാപ്പയ്ക്ക് അവകാശമില്ലെന്ന് ഓർത്തഡോക്സ് സഭ വാദിച്ചു. സഭയുടെ പ്രധാന തീരുമാനങ്ങൾ പൊതു സുനഹദോസുകളിലൂടെ മാത്രമേ എടുക്കാവൂ എന്നതായിരുന്നു അവരുടെ നിലപാട്. ഫിലിയോക്യുയി തർക്കത്തിലും അവർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ആദ്യകാല പൊതു സുനഹദോസുകൾ അംഗീകരിച്ച നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ മാറ്റം വരുത്തുവാൻ റോമിന് തനിച്ചോ ഏകപക്ഷീയമായോ അധികാരമില്ലെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കിയിരിക്കെ മനുഷ്യനിർമ്മിതമായ കൂട്ടിച്ചേർക്കലുകൾ വിശ്വാസത്തിന്റെ ശുദ്ധിയെ ബാധിക്കും എന്നതായിരുന്നു അവരുടെ പ്രധാന ദൈവശാസ്ത്രപരമായ വാദം. പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ കാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു.
പരിശുദ്ധ കുർബാനയിൽ പാശ്ചാത്യ സഭ പുളിപ്പില്ലാത്ത അപ്പവും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ പുളിപ്പുള്ള അപ്പവും ഉപയോഗിക്കുന്നത് പോലെയുള്ള താരതമ്യേന ചെറിയ ചില ആചാരപരമായ വ്യത്യാസങ്ങളിൽ നിന്നും അവിടെ തർക്കങ്ങൾ ഉടലെടുത്തു. കൂടാതെ പാശ്ചാത്യ സഭ വൈദികർക്ക് കർശനമായ ബ്രഹ്മചര്യം നിർബന്ധമാക്കിയപ്പോൾ പൗരസ്ത്യ സഭയിലെ വൈദികർക്ക് വിവാഹം കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. അങ്ങനെ ഭാഷാപരവും ദൈവശാസ്ത്രപരവും ആരാധനക്രമപരവുമായ ഭിന്നതകൾ അതിന്റെ ഉച്ചകോടിയിൽ എത്തിയപ്പോൾ ആ മഹാദുരന്തം സഭയിലേക്ക് ഇരച്ചു കയറി. ജൂലൈ 16 ആ നാടകീയ നിമിഷം. ആരാധനാക്രമങ്ങളിലെ വ്യത്യാസങ്ങളെയും അധികാരങ്ങളെയും ചൊല്ലിയുള്ള തർക്കം മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ 9-ാം ലിയോ പാപ്പയുടെ പ്രതിനിധിയായി കർദിനാൾ ഹംബർട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി. എന്നാൽ അവിടുത്തെ പാത്രിയാർക്കീസായ മൈക്കൽ കരുലാരിയുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തുടർന്ന് 1054 ജൂലൈ 16 ഹാഗിയ സോഫിയ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കെ കർദിനാൾ ഹംബർട്ട് പാത്രിയാർക്കീസിനെ സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ തിരുവെഴുത്ത് ബലിപീഠത്തിൽ വെച്ചു. ദിവസങ്ങൾക്കുള്ളിൽ പാത്രിയാർക്കീസ് തിരിച്ചും മാർപ്പാപ്പയുടെ പ്രതിനിധികളെ സഭയ്ക്ക് പുറത്താക്കി ബഹിഷ്കരിച്ചു. ഈ പരസ്പര ബഹിഷ്കരണമാണ് ഒടുവിൽ സഭയുടെ വലിയ പിളർപ്പായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. പടിഞ്ഞാറൻ ലോകം റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലേക്കും കിഴക്കൻ ലോകം ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിലേക്കും നീങ്ങി. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നായിരുന്നു ഹാഗിയ സോഫിയ. വിശ്വാസത്തിൽ ഒന്നായിരുന്നവർ രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ടു. സഹോദരന്മാരായി ജീവിച്ചിരുന്നവർ പരസ്പരം സംശയിക്കാൻ തുടങ്ങി. ആ വിള്ളലുകൾ പിന്നീട് ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിലേക്ക് നയിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. ഹാഗിയ സോഫിയ അപ്പോഴും മഹത്വത്തിന്റെ ഉച്ചകോടിയിലായിരുന്നു. എന്നാൽ ചരിത്രത്തിന്റെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. ഒരേ ക്രിസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംവാദത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ടവയായിരുന്നു. പക്ഷേ അഹങ്കാരം സംവാദത്തെ കീഴടക്കി. രാഷ്ട്രീയം ആത്മീയതയെ മറികടന്നു. വിശ്വാസത്തെക്കാൾ അധികാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. അങ്ങനെ ക്രിസ്തുവർഷം 1054 ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ വർഷങ്ങളിൽ ഒന്നായി മാറി. ചരിത്രം ഇന്നും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർ എല്ലാവരും ഒന്നായിരിക്കട്ടെ എന്നായിരുന്നു. എന്നാൽ മനുഷ്യരുടെ ഭിന്നതകൾ ആ പ്രാർത്ഥനയെ മുറിവേൽപ്പിച്ചു. 1054 മഹാവിഭജനം ക്രൈസ്തവ ലോകത്തെ രണ്ടായി വിഭജിച്ചപ്പോൾ ഹാഗിയ സോഫിയ കിഴക്കൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന ആത്മീയ ചിഹ്നമായി തുടർന്നു. പക്ഷേ അപ്പോഴും അത് വിഭജിക്കപ്പെട്ട ക്രൈസ്തവ ലോകത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു. എന്നാൽ മുന്നിൽ കാത്തിരുന്നത് ഇതിലും വലിയ ദുരന്തമായിരുന്നു. ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കാലം വരാനിരിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ കല്ലറ വീണ്ടെടുക്കാനായിരുന്നു അവർ യാത്ര തുടങ്ങിയത്. ജെറുസലേമിനെ മോചിപ്പിക്കാനായിരുന്നു അവരുടെ പ്രതിജ്ഞ. വിശ്വാസത്തിന്റെ അടയാളമായി അവർ നെഞ്ചിൽ കുരിശണിഞ്ഞു. എന്നാൽ അവരുടെ കപ്പലുകൾ എത്തിച്ചേർന്നത് ജെറുസലേമിലായിരുന്നില്ല. അവരുടെ വാളുകൾ ഉയർന്നത് ഇസ്ലാമിക സൈന്യങ്ങൾക്ക് നേരെയായിരുന്നില്ല. പകരം ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും മഹത്തായ നഗരത്തിനെതിരെ, കോൺസ്റ്റാന്റിനോപ്പിളിനെതിരെ, അതിന്റെ ആത്മാവായ ഹാഗിയ സോഫിയക്കെതിരെ. ക്രിസ്തുവിന്റെ നാമത്തിൽ കുരിശു ധരിച്ചവർ സ്വന്തം സഹോദര ക്രൈസ്തവരുടെ ദേവാലയം കൊള്ളയടിച്ച ദുരന്തത്തിന്റെ പേരാണ് ഫോർത്ത് ക്രൂസേഡ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടം 1187 സലാഹുദ്ദീൻ ജെറുസലേം കീഴടക്കിയതിന് പിന്നാലെ നടന്ന മൂന്നാം ക്രൂസേഡിന് നഗരം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ നാട് തിരിച്ചുപിടിക്കണമെന്ന ആഗ്രഹം പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തിൽ വീണ്ടും ശക്തിപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ 1198 ഫോർത്ത് ക്രൂസേഡിന് ആഹ്വാനം ചെയ്തു. അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വിശുദ്ധ നാടിനെ സംരക്ഷിക്കുക, ജെറുസലേം തിരിച്ചുപിടിക്കുക എന്നിവയായിരുന്നു. അതിനായി ആദ്യം
ഈജിപ്തിലെ അയൂബ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തുക. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വ്യക്തമായിരുന്നു. ആദ്യം ഈജിപ്തിലെ ശക്തി കേന്ദ്രങ്ങളെ പരാജയപ്പെടുത്തുക, അതിനുശേഷം ജെറുസലേമിനെ വീണ്ടെടുക്കുക. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വിശുദ്ധ യാത്രയായി അവതരിപ്പിക്കപ്പെട്ട ഈ ദൗത്യത്തിലേക്ക് യൂറോപ്പിലെ പ്രഭുക്കന്മാരും സൈനികരും ഒഴുകിയെത്തി. പക്ഷേ ചരിത്രം തെളിയിച്ചതുപോലെ വിശുദ്ധമായ ലക്ഷ്യങ്ങൾക്ക് പിന്നിൽ മനുഷ്യന്റെ മോഹങ്ങളും രാഷ്ട്രീയവും നിറഞ്ഞു നിൽക്കുമ്പോൾ യാത്രയുടെ ദിശ മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ക്രൂസൈഡ് നേതാക്കൾ കരമാർഗത്തിന് പകരം കടൽ മാർഗം സ്വീകരിക്കാൻ തീരുമാനിച്ചു. സൈനികരെയും കുതിരകളെയും ആയുധങ്ങളെയും കൊണ്ടുപോകാനുള്ള വലിയ കപ്പൽ വ്യൂഹം നിർമ്മിക്കാൻ അവർ വെനീസുമായി കരാറിലായി. വലിയൊരു കപ്പൽ വ്യൂഹം നിർമ്മിക്കാൻ വെനീഷ്യൻ ഭരണകൂടം സമ്മതിച്ചു. അന്നത്തെ ലോകത്തിലെ ശക്തമായ കടൽ വ്യാപാര നഗര രാജ്യമായിരുന്നു വെനീസ്. ആക്രമണത്തിന്റെ പദ്ധതി ഈജിപ്തിലേക്കായിരുന്നു. കരാർ തയ്യാറായി, കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു. എന്നാൽ പ്രതീക്ഷിച്ചത്ര സൈനികർ വെനീസിലേക്ക് എത്തിയില്ല. അതിനാൽ അവർക്ക് കരാറിൽ പറഞ്ഞ മുഴുവൻ തുകയും നൽകാനായില്ല. ഇതോടെ ക്രൂസൈഡ് വെനീസിന്റെ സാമ്പത്തിക നിയന്ത്രണത്തിലായി. ഇവിടെയാണ് നാലാം കുരിശ് യുദ്ധം ഒരു കടബാധ്യതയുടെ യുദ്ധമായി മാറി തുടങ്ങിയത്. അവിടെയാണ് കുരിശിന്റെ യാത്രയിൽ വ്യാപാരത്തിന്റെ സ്വാർത്ഥ നിഴൽ വീഴുന്നത്. ഫോർത്ത് ക്രൂസൈഡിന്റെ വഴിതിരിച്ചുവിടലിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് വെനീസിന്റെ പ്രായമായ ഭരണാധികാരി എൻറിക്കോ ഡാൻഡോളോ. വെനീസ് ഒരു ക്രൈസ്തവ നഗര രാജ്യമായിരുന്നു എങ്കിലും അതിന്റെ പ്രധാന താല്പര്യം വ്യാപാരമായിരുന്നു. കിഴക്കൻ മെഡിറ്ററേനിയനിലെ തുറമുഖങ്ങളും വ്യാപാര പാതകളും നിയന്ത്രിക്കുക എന്നത് വെനീസിന്റെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ക്രൂസൈഡർമാർക്ക് കപ്പൽ കൂലി പൂർണ്ണമായും നൽകാൻ കഴിയാതെ വന്നപ്പോൾ കടത്തിന്റെ ഒരു ഭാഗം തീർക്കുന്നതിന് സാറ അഥവാ സാദാർ നഗരം ആക്രമിക്കാൻ ഡാൻഡോളോ ആവശ്യപ്പെട്ടു. അത് ഹംഗറിയിലെ രാജാവിന്റെ സംരക്ഷണത്തിലുള്ള ഒരു കത്തോലിക്ക ക്രൈസ്തവ നഗരമായിരുന്നു. അങ്ങനെ മുസ്ലിം പ്രദേശങ്ങളെ ആക്രമിക്കാൻ ഇറങ്ങിയ ക്രൂസൈഡ് സൈന്യം ആദ്യമായി ആക്രമിച്ചത് ഒരു കത്തോലിക്ക ക്രൈസ്തവ നഗരത്തെയാണ്. ഈ ആക്രമണത്തെ പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ അംഗീകരിച്ചിരുന്നില്ല. സാറ നഗരത്തിനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കെടുത്തവർക്കെതിരെ സഭാശിക്ഷയും പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ സൈന്യം മുന്നോട്ടു പോയി. അങ്ങനെ ഫോർത്ത് ക്രൂസൈഡിന്റെ ആദ്യ വലിയ വഴിതെറ്റൽ അവിടെ സംഭവിച്ചു. വിശുദ്ധ യുദ്ധം ക്രൈസ്തവർക്കെതിരെയുള്ള യുദ്ധമായി മാറി തുടങ്ങി. ബൈസന്റൈൻ സാമ്രാജ്യത്തിനുള്ളിൽ അതേസമയം അധികാരപ്പോര് രൂക്ഷമായിരുന്നു. ചക്രവർത്തിയായിരുന്ന ഐസക് രണ്ടാമൻ ആഞ്ചലോസിനെ അദ്ദേഹത്തിന്റെ സഹോദരനായ അലക്സിയോസ് മൂന്നാമൻ സ്ഥാനഭ്രഷ്ടനാക്കി അന്ധനാക്കി ജയിലിൽ അടച്ചിരുന്നു. ഐസക്കിന്റെ മകൻ അലക്സിയോസ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അഭയം തേടി. ഈ യുവ രാജകുമാരൻ ക്രൂസൈഡർമാരോട് വലിയ വാഗ്ദാനങ്ങൾ നടത്തി. തന്റെ പിതാവിനെ വീണ്ടും ചക്രവർത്തിയാക്കാൻ സഹായിച്ചാൽ വൻ തുക നൽകാം, ക്രൂസൈഡിന് ഭക്ഷണവും സൈനിക സഹായവും നൽകാം, ജെറുസലേം യാത്രയ്ക്ക് സഹായിക്കാം. കടബാധ്യതയിൽപ്പെട്ട ക്രൂസൈഡ് നേതാക്കൾക്ക് ഈ വലിയ വാഗ്ദാനം വലിയൊരു പ്രലോഭനമായി മാറി. വെനീസിനും ഇത് വ്യാപാരപരമായി ഗുണകരമായിരുന്നു. അങ്ങനെ ജെറുസലേമിലേക്കുള്ള യാത്ര ബൈസന്റൈൻ സിംഹാസനത്തിലെ ഒരാളുടെ അധികാര പുനഃസ്ഥാപന ദൗത്യമായി മാറി. അങ്ങനെ ജെറുസലേമിലേക്കുള്ള കപ്പലുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തിരിഞ്ഞു. ക്രൂസൈഡ് കപ്പൽ വ്യൂഹം കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മുമ്പിലെത്തി. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും മനോഹരവുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. വിശാലമായ രാജകൊട്ടാരങ്ങൾ, അനന്തമായ വ്യാപാര കേന്ദ്രങ്ങൾ, പുരാതന ഗ്രീക്ക് റോമൻ കലാസൃഷ്ടികൾ, വിലമതിക്കാനാകാത്ത തിരിശേഷിപ്പുകൾ, നൂറുകണക്കിന് ദേവാലയങ്ങൾ. അവയ്ക്കെല്ലാം മുകളിലായി സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കി വെച്ചതുപോലെ ഉയർന്നു നിന്ന ഹാഗിയ സോഫിയ ദേവാലയം. നഗരത്തിന്റെ സമൃദ്ധി കണ്ടപ്പോൾ ക്രൂസൈഡ് സൈനികർ വിസ്മയിച്ചു. പക്ഷേ ആ വിസ്മയം അധികം വൈകാതെ മോഹമായി മാറി. ക്രൂസൈഡർമാർ അലക്സിയോസ് മൂന്നാമനെ പുറത്താക്കി ഐസക് രണ്ടാമനെ വീണ്ടും ചക്രവർത്തിയാക്കി. അദ്ദേഹത്തിന്റെ മകൻ അലക്സിയോസ് നാലാമൻ സഹചക്രവർത്തിയായി അധികാരമേറ്റു. പക്ഷെ അധികാരം ലഭിച്ചപ്പോൾ അവർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയില്ലെന്ന് തെളിഞ്ഞു. രാജ്യത്തിന്റെ ഖജനാവ് ശൂന്യമായിരുന്നു. വാഗ്ദാനം ചെയ്ത പണം കണ്ടെത്താൻ ജനങ്ങൾക്ക് മേൽ കനത്ത നികുതി കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാക്കന്മാർ ചുമത്തി. രാജകൊട്ടാരത്തിലെ സമ്പത്ത് വിറ്റഴിച്ചു.
ദേവാലയങ്ങളിലെ സ്വർണവും വെള്ളിയും എടുത്തു. ചില വിശുദ്ധ അലങ്കാരങ്ങൾ പോലും ഒരുക്കിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. വിദേശ ക്രൂസൈഡ് സൈന്യത്തിന്റെ കടം തീർക്കാൻ സ്വന്തം വിശുദ്ധ സ്ഥലങ്ങളുടെ സമ്പത്ത് എടുത്തുകൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ ജനങ്ങളുടെ രോക്ഷം പൊട്ടിപ്പുറപ്പെട്ടു. അലക്സിയോസ് നാലാമനോടുള്ള വെറുപ്പ് ശക്തമായി. ക്രൂസൈഡ് സൈന്യത്തോടുള്ള സംശയം അത് പ്രതികാരമായി വളർന്നു. 1204 ജനുവരിയിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അലക്സിയോസ് നാലാമൻ സ്ഥാനഭ്രഷ്ടനായി. പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടു. അലക്സിയോസ് അഞ്ചാമൻ ഡൂക്കാസ് പുതിയ ചക്രവർത്തിയായി തുടർന്ന് അധികാരമേറ്റു. പുതിയ ഭരണകൂടം ക്രൂസൈഡർമാർക്ക് പഴയ കടം നൽകാൻ വിസമ്മതിച്ചു. ഇതോടെ ക്രൂസൈഡ് നേതാക്കളുടെ മുമ്പിൽ 3 കാര്യങ്ങൾ തെളിഞ്ഞു. ആ 3 കാര്യങ്ങൾ ഇതായിരുന്നു: വാഗ്ദാനം ചെയ്ത പണം ലഭിക്കില്ല, ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ അവരുടെ പക്കലില്ല, അവരുടെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രൈസ്തവ നഗരം ഇങ്ങനെ തുറന്നു കിടക്കുന്നു. ഇതോടെയാണ് രാഷ്ട്രീയ ഇടപെടൽ പൂർണ്ണമായ അധിനിവേശമായി മാറിയത്. 1204 ഏപ്രിൽ 12 ക്രൂസൈഡ് സൈന്യം നഗരമതിലുകൾ ഭേദിച്ചു. അതിനുശേഷം ഏകദേശം 3 ദിവസത്തോളം കോൺസ്റ്റാന്റിനോപ്പിൾ നിയന്ത്രണമില്ലാത്ത കൊള്ളയ്ക്കും നശീകരണത്തിനും വിധേയമായി. വീടുകൾ തകർത്തു, രാജകൊട്ടാരങ്ങൾ കൊള്ളയടിച്ചു, സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, ആരാധനാലയങ്ങളുടെ വാതിലുകൾ തകർത്തു, വിശുദ്ധ വസ്തുക്കൾ സാധാരണ യുദ്ധലാഭമായി പങ്കിട്ടു, പുരാതന പ്രതിമകൾ ഉരുക്കി കലാസൃഷ്ടികൾ നശിപ്പിച്ചു, അനവധി കയ്യെഴുത്ത് പ്രതികളും അമൂല്യമായ സാംസ്കാരിക സമ്പത്തുകളും നഷ്ടപ്പെട്ടു. ക്രൈസ്തവ ലോകത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം ക്രൈസ്തവ സൈന്യത്തിന്റെ കൈകളാൽ തന്നെ ചാരമായി മാറുന്ന ദാരുണമായ കാഴ്ച. എന്നാൽ അക്രമകാരികളുടെ കണ്ണുകൾ ഒടുവിൽ പതിച്ചത് നഗരത്തിന്റെ മഹത്വമായി നിലനിന്ന ഹാഗിയ സോഫിയ ദേവാലയത്തിലേക്കായിരുന്നു. ബൈസന്റൈൻ ചരിത്രകാരനായ നിക്കേറ്റാസ് കോനിയേറ്റ്സ് ഈ സംഭവത്തിന്റെ പ്രധാന സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ വിവരണപ്രകാരം വിശുദ്ധ ചിത്രങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ടു. രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകൾ അശുദ്ധ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പരിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും നിലത്ത് ഒഴുക്കപ്പെട്ടു. തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള പേടകങ്ങൾ തകർത്തു. സ്വർണവും വെള്ളിയും കവർന്നു. വിശുദ്ധ പാത്രങ്ങൾ സാധാരണ ഭക്ഷണ പാത്രങ്ങളായി ഉപയോഗിച്ചു. കോനിയേറ്റ്സിന്റെ വിവരണം സ്വാഭാവികമായും ആക്രമണം നേരിട്ട ബൈസന്റൈൻ സമൂഹത്തിന്റെ ദുഃഖവും മതപരമായ ഭാഷയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പ്രത്യേകം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഹൃദയം രാജകൊട്ടാരമായിരുന്നില്ല എന്നത് നമുക്കറിയാം. അത് ഹാഗിയ സോഫിയായിരുന്നു. അതിനാൽ ഹാഗിയ സോഫിയയിൽ ക്രൂസൈഡർമാർ നടത്തിയത് ഒരു കെട്ടിടത്തിന്റെ കൊള്ള മാത്രമായിരുന്നില്ല. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ദൃശ്യഹൃദയം അശുദ്ധീകരിക്കപ്പെട്ട ദാരുണ സംഭവമായിരുന്നു അവിടെ അരങ്ങേറിയത്. ഹാഗിയ സോഫിയയിലെ നാശനഷ്ടങ്ങളും അപമാനങ്ങളും സമകാലിക വിവരണങ്ങൾ പ്രകാരം അതിഭീകരമായിരുന്നു. ചരിത്രരേഖകൾ വിവരിക്കുന്നതനുസരിച്ച് ഈ കൊള്ളയുടെ നടുവിൽ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന മറ്റൊരു സംഭവം അരങ്ങേറി. ഒരു വേശ്യയെ പാത്രിയർക്കീസിന്റെ സിംഹാസനത്തിൽ ഇരുത്തി. ആദ്യം അവളെ അപമാനകരമായ വേഷത്തിൽ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസിനെ അനുകരിക്കാൻ അക്രമകാരികൾ നിർബന്ധിച്ചു. 3 സൈനികർ അവളുടെ മുമ്പിൽ മുട്ടുകുത്തി അവൾക്ക് ആദരവ് അർപ്പിക്കുന്നത് പോലെ അഭിനയിച്ചുവെന്ന് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തുന്നു. അവിടെ സന്നിഹിതരായിരുന്ന ഓർത്തഡോക്സ് വൈദികരെയും സഭയെയും പൊതുവെ അപമാനിക്കുക എന്നതായിരുന്നു ഈ ക്രൂര നാടകത്തിന്റെ ലക്ഷ്യം. അവഹേളനങ്ങൾ അവിടം കൊണ്ട് മാത്രം അവസാനിച്ചില്ല. അതേ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് അവൾ അശ്ലീല ഗാനങ്ങൾ ആലപിക്കുകയും നിന്ദ്യമായ നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതായി ബൈസന്റൈൻ ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. അതേസമയം മറ്റുള്ള സൈനികർ ഹാഗിയ സോഫിയയുടെ ഉൾവശങ്ങളിൽ നിന്ന് അമൂല്യ വസ്തുക്കളും ആരാധനാ ഉപകരണങ്ങളും ക്രമാതീതമായി കവർന്നുകൊണ്ടിരുന്നു. ദേവാലയത്തിന്റെ പരിശുദ്ധിയും പവിത്രതയും പൂർണ്ണമായി ചവിട്ടി മെതിച്ചുകൊണ്ട് സൈനികർ കുതിരകളെയും കോവർ കഴുതകളെയും ഹാഗിയ സോഫിയയുടെ അകത്തേക്ക് കയറ്റി. മിനുസമുള്ള മാർബിൾ തറയിൽ മൃഗങ്ങൾ വഴുതി വീണു. അവയുടെ രക്തവും വിസർജ്യവും ബലിപീഠത്തിന് സമീപം ദേവാലയത്തിൽ ഒഴുകി. അങ്ങനെ ദേവാലയത്തിന്റെ പരിശുദ്ധമായ നിലം മലിനമായി.
വിശുദ്ധ സ്ഥലത്തെ ഒരു യുദ്ധകൊള്ളയുടെ സംഭരണശാലയാക്കി മാറ്റിയ ആ കാഴ്ചകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സഭാ അവഹേളനങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ടു. ബോണിയാറ്റസിന്റെ രേഖകൾ പ്രകാരം കൊള്ളയടിച്ച വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനായി മൃഗങ്ങളെ ബലിപീഠ ഭാഗം വരെ എത്തിച്ചു. അവയിൽ ഒരു കഴുത മാർബിൾ തറയിൽ വഴുതി വീണ് വയർ കീറി കുടൽ പുറത്തു വന്നുവെന്നും അതിന്റെ രക്തം വിശുദ്ധ ദേവാലയത്തെ കൂടുതൽ മലിനമാക്കിയെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ക്രൈസ്തവ ലോകത്തിന്റെ ആത്മീയ ഹൃദയമായി കണക്കാക്കപ്പെട്ടിരുന്ന ദേവാലയം അന്ന് അക്ഷരാർത്ഥത്തിൽ അപമാനത്തിന്റെയും അശുദ്ധിയുടെയും പ്രതീകമായി മാറി. ഈ അതിക്രമങ്ങൾക്കെതിരെ ധീരമായി നിലകൊണ്ട ചില ഓർത്തഡോക്സ് വൈദികർ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സൈനികരെ പ്രതിരോധിച്ച ഒരു പുരോഹിതനെ യുദ്ധക്കോടാലി കൊണ്ട് രണ്ടായി വെട്ടിക്കൊന്നുവെന്നാണ് ചില വിവരണങ്ങൾ പറയുന്നത്. മറ്റൊരു സഭാ ഉദ്യോഗസ്ഥനെ അത്രയും ക്രൂരമായി മർദ്ദിച്ചതിനാൽ അദ്ദേഹത്തിന്റെ മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നും രേഖകളിൽ കാണാം. തിരുവസ്ത്രങ്ങളും മറശീലകളും കീറി അവർ പങ്കിട്ടു. തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന പേടകങ്ങൾ തുറന്ന് വിശുദ്ധരുടെ അസ്ഥികളും സ്മരണകളും പാശ്ചാത്യ യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടുപോയി. പ്രാർത്ഥന മുഴങ്ങേണ്ട സ്ഥലത്ത് വിജയോന്മാദത്തിന്റെ ക്രൂരമായ ശബ്ദം ഉയർന്നു. ധൂപത്തിന്റെ സുഗന്ധം നിറയേണ്ട സ്ഥലത്ത് പൊടിയും പുകയും കൊള്ളയുടെ ദുർഗന്ധവും നിറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കെട്ടിടത്തിന്റെ കൊള്ള മാത്രമായിരുന്നില്ല. അവരുടെ വിശ്വാസത്തിന്റെ ഹൃദയം അശുദ്ധീകരിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ഒരു ജനതയുടെ വിശ്വാസവും ആത്മാഭിമാനവും ചരിത്ര സ്മരണയും അവിടെ അവഹേളിക്കപ്പെട്ടു. കൊള്ളയ്ക്ക് ശേഷം ഹാഗിയ സോഫിയ ഓർത്തഡോക്സ് സഭയിൽ നിന്നും പാശ്ചാത്യ സൈന്യം പിടിച്ചെടുത്തു. അതൊരു ലത്തീൻ കത്തീഡ്രലാക്കി മാറ്റി. ഓർത്തഡോക്സ് പാത്രിയാർക്കീസിനെ അവിടെ നിന്നും പുറത്താക്കി. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ലത്തീൻ പാത്രിയാർക്കീസിനെ നിയമിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിൽ പാശ്ചാത്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ഫ്ലാൻഡേഴ്സിലെ ബാൽഡ്വിൻ ഹാഗിയ സോഫിയയിൽ പുതിയ പാശ്ചാത്യ ചക്രവർത്തിയായി കിരീടം ചൂടി. അങ്ങനെ ഒരു സഹോദര സഭയുടെ ഏറ്റവും വിശുദ്ധമായ കത്തീഡ്രൽ സൈനിക വിജയത്തിന്റെ പ്രതീകമാക്കി മാറ്റപ്പെട്ടു. സഭ ഐക്യം സംവാദത്തിലൂടെയോ സ്നേഹത്തിലൂടെയോ അല്ല, സൈനിക ബലത്തിലൂടെയാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഓർത്തഡോക്സ് ഓർമ്മയിൽ ഇതായിരുന്നു 1204 ഏറ്റവും ആഴമുള്ള വഞ്ചന. 1054 കിഴക്ക് പടിഞ്ഞാറ് സഭാ ഭിന്നത പ്രധാനമായും ദൈവശാസ്ത്രപരവും സഭാ അധികാരപരവുമായ തർക്കമായിരുന്നു. പക്ഷേ 1204 ആ തർക്കത്തിന് രക്തത്തിന്റെ നിറം നൽകി. അത് ജനങ്ങളുടെ ഓർമ്മയിൽ തീയും കൊള്ളയും അപമാനവും നിറഞ്ഞ അനുഭവമായി മാറി. പാശ്ചാത്യ സഭയെക്കുറിച്ചുള്ള ഓർത്തഡോക്സ് അവിശ്വാസം ഈ സംഭവത്തോടെ അതിശക്തമായി. പിന്നീട് സഭൈക്യത്തിനായി നടന്ന നിരവധി ശ്രമങ്ങൾക്ക് മുന്നിൽ 1204 ഓർമ്മ ഒരു മതിലായി ഉയർന്നു. റോമുമായുള്ള ഐക്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ പല ഓർത്തഡോക്സ് വിശ്വാസികളുടെ മനസ്സിൽ ഉയർന്നത് സംവാദത്തിന്റെ ഓർമ്മയല്ലായിരുന്നു. ഹാഗിയ സോഫിയയിലെ തകർന്ന ബലിപീഠത്തിന്റെ ഓർമ്മയായിരുന്നു. മോഷ്ടിക്കപ്പെട്ട തിരുശേഷിപ്പുകളുടെ ഓർമ്മയായിരുന്നു. പുറത്താക്കപ്പെട്ട പാത്രിയാർക്കീസിന്റെ ഓർമ്മയായിരുന്നു. കത്തോലിക്ക ചരിത്ര വായനയിൽ ഇത് സംബന്ധിച്ച് ഒരു നിർണായക വ്യത്യാസം വ്യക്തമാക്കേണ്ടതുണ്ട്. പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ ഫോർത്ത് ക്രൂസൈഡ് പ്രഖ്യാപിച്ചു. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ കൊള്ളയടിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നില്ല. ക്രൂസൈഡേഴ്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ജെറുസലേമായിരുന്നു. സാറയിലേക്കും കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുമുള്ള വഴിതിരിവുകൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദങ്ങളുടെ ഫലമായിരുന്നു. 1204 ആക്രമണം ബൈസന്റൈൻ സാമ്രാജ്യത്തെ പൂർണ്ണമായി അവസാനിപ്പിച്ചില്ല. എന്നാൽ അതിന്റെ നട്ടെല്ല് തകർത്തു എന്നതാണ് വാസ്തവം. സാമ്പത്തികമായി ആ സാമ്രാജ്യം കൊള്ളയടിക്കപ്പെട്ടു. സൈനിക ശക്തി തകർന്നു. ഭരണപ്രദേശങ്ങൾ വിഭജിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ജനസംഖ്യയും വ്യാപാര ശക്തിയും കുറഞ്ഞു. ഫോർത്ത് ക്രൂസൈഡ് ബൈസന്റൈൻ സാമ്രാജ്യത്തെ ഉടൻ അവസാനിപ്പിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നേരത്തെ കണ്ടതുപോലെ അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ശക്തി ഗണ്യമായി കുറഞ്ഞു. 1204 ശേഷം സാമ്രാജ്യം നിരവധി ഭരണകേന്ദ്രങ്ങളായി വിഭജിക്കപ്പെട്ടു. നൈസീൻ സാമ്രാജ്യം, എപ്പിറസ്, ട്രൈബിസോണ്ട്, ലത്തീൻ നിയന്ത്രിത പ്രദേശങ്ങൾ എന്നിവയായി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന മഹത്തായ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. 1261 കോൺസ്റ്റാന്റിനോപ്പിൾ ബൈസന്റൈൻ രാജാക്കന്മാർ തിരിച്ചു പിടിച്ചെങ്കിലും പഴയ സമ്പത്തും സൈനിക ശേഷിയും ജനസംഖ്യയും വീണ്ടെടുക്കാൻ ആയില്ല എന്നതാണ് ദാരുണമായിട്ടുള്ള ഒരു വസ്തുത.
അതുകൊണ്ട് ഓർത്തഡോക്സ് ചരിത്ര വായനയിൽ 1453 വീഴ്ചയുടെ കാരണങ്ങളിൽ ഒന്നായി 1204 കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഫോർത്ത് ക്രൂസൈഡ് മാത്രമാണ് 1453 ഓട്ടോമൻ അധിനിവേശത്തിന് കാരണം എന്ന് പറയുന്നത് ചരിത്രത്തെ അതിസരളമാക്കും. മംഗോൾ മുന്നേറ്റങ്ങൾ, തുർക്കി ശക്തികളുടെ വളർച്ച, ഓട്ടോമൻ ശക്തികളുടെ വളർച്ച, ആഭ്യന്തര യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ജനസംഖ്യയുടെ കുറവ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഹാഗിയ സോഫിയ 1204 മുതൽ 1261 വരെ ലത്തീൻ കത്തീഡ്രലായി തുടർന്നു. 1261 ബൈസന്റൈൻ ചക്രവർത്തി മൈക്കിൾ എട്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ തിരിച്ചു പിടിച്ച ശേഷമാണ് അത് വീണ്ടും ഓർത്തഡോക്സ് കത്തീഡ്രലായി മാറിയത്. പക്ഷേ പഴയ മഹത്വം പൂർണ്ണമായി തിരിച്ചു വന്നില്ല. സാമ്രാജ്യം വീണ്ടും ഉയർന്നു നിന്നെങ്കിലും അതിന്റെ ശരീരത്തിൽ 1204 മുറിവുകൾ ആഴത്തിൽ അവശേഷിച്ചു. പിന്നീട് 1453 ഓട്ടോമൻ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യം പഴയ ശക്തിയുടെ നിഴൽ മാത്രമായിരുന്നു. 1453 ഏക കാരണം ഫോർത്ത് ക്രൂസൈഡ് ആയിരുന്നില്ല. എങ്കിലും 1453 ദീർഘമായ വീഴ്ചയിൽ 1204 ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ 1204 സഹോദരന്മാരുടെ വഞ്ചനയാണ്. കത്തോലിക്ക ആത്മപരിശോധനയിൽ അത് വിശുദ്ധ ലക്ഷ്യം മനുഷ്യന്റെ ലാഭമോഹത്തിന് അടിമപ്പെട്ട ദുരന്തമാണ്. കുരിശ് ത്യാഗത്തിന്റെ അടയാളമാണ്. പക്ഷേ കുരിശിനെ അധികാരത്തിന്റെ പതാകയാക്കി മാറ്റുമ്പോൾ ക്രിസ്തുവിന്റെ പേരിൽ തന്നെ ക്രിസ്തുവിന്റെ ശരീരം മുറിവേൽക്കാം. നൂറ്റാണ്ടുകൾക്ക് ശേഷം കത്തോലിക്ക സഭ ഈ വേദനയെ കൂടുതൽ തുറന്നു പറഞ്ഞു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്ന കൊള്ള ഓർത്തഡോക്സ് മനസ്സിൽ സൃഷ്ടിച്ച ആഴമുള്ള മുറിവിനെ കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് മുറിവ് അംഗീകരിക്കുന്ന ഒരു ആത്മീയ ചുവടായിരുന്നു. കാരണം യഥാർത്ഥ ഐക്യം ആരംഭിക്കുന്നത് തെറ്റുകൾ മറച്ചുവെച്ചുകൊണ്ടല്ല, സത്യം സമ്മതിച്ചുകൊണ്ടാണ്. വേദന കേട്ടുകൊണ്ടാണ്, ക്ഷമ ചോദിച്ചുകൊണ്ടാണ്. പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ പ്രഖ്യാപിച്ചത് ജെറുസലേം വീണ്ടെടുക്കാനുള്ള ക്രൂസൈഡ് ആയിരുന്നു എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിന്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്റ്റ് വഴി വിശുദ്ധ നാട്ടിലേക്ക് എത്തുക എന്നതായിരുന്നു. സാറയും കോൺസ്റ്റാന്റിനോപ്പിളിനെയും ആക്രമിക്കുക എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. അതിനാൽ ചരിത്രപരമായി പറയേണ്ട ശരിയായ വാചകം ഫോർത്ത് ക്രൂസൈഡ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൽ ആരംഭിച്ചു. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള വഴിതിരിവും 1204 കൊള്ളയും പാപ്പ ആദ്യം നിർദ്ദേശിച്ച ദൗത്യത്തിന്റെ ഭാഗമല്ലായിരുന്നു. പാപ്പയുടെ നിയന്ത്രണം പരിമിതമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മധ്യകാലഘട്ടത്തിലെ ക്രൂസൈഡ് സൈന്യം ഇന്നത്തെ ഒരു രാജ്യത്തിന്റെ കേന്ദ്ര നിയന്ത്രിത സൈന്യമല്ലായിരുന്നു. വിവിധ പ്രഭുക്കന്മാരുടെ സൈന്യങ്ങൾ, ഫ്രഞ്ച്, ഫ്ലെമിഷ്, വെനീഷ്യൻ വിഭാഗങ്ങൾ, വ്യത്യസ്ത സാമ്പത്തിക താല്പര്യങ്ങൾ, സ്വതന്ത്ര സൈനിക നേതൃത്വങ്ങൾ എന്നിവ അതിൽ ഉണ്ടായിരുന്നു. പോപ്പിന് ആത്മീയ അധികാരം ഉണ്ടായിരുന്നുവെങ്കിലും ഓരോ സൈനിക നീക്കവും നേരിട്ട് നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മാർപ്പാപ്പ ആക്രമണത്തിന് നേരിട്ട് ഉത്തരവിട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. ഓർത്തഡോക്സ് കാഴ്ചപ്പാടിനെ മാനിക്കുമ്പോഴും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ആഭ്യന്തര പരാജയങ്ങൾ നാം മറക്കരുത്. തുടർച്ചയായുണ്ടായ കൊട്ടാര വിപ്ലവങ്ങൾ, ചക്രവർത്തിമാരുടെ അധികാരപ്പോര്, അഴിമതി, സൈനിക ദൗർബല്യം, ജനങ്ങളുമായുള്ള അകലം, വിദേശ ശക്തികളെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ച സംഭവങ്ങൾ ഇവ കോൺസ്റ്റാന്റിനോപ്പിളിനെ അത്യന്തം ദുർബലമാക്കി. ആധുനിക കാലത്ത് കത്തോലിക്ക സഭ ഫോർത്ത് ക്രൂസൈഡിനെ വിജയം എന്നതിലുപരി ക്രൈസ്തവ ഐക്യത്തിനെതിരായ ദുരന്തമായി കൂടുതൽ വ്യക്തമായി വിലയിരുത്തി. 2001 മെയ് 4 ഗ്രീസിലെ ഓർത്തഡോക്സ് നേതാക്കളെ അഭിസംബോധന ചെയ്ത വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ക്രൈസ്തവരുടെ വിഭജനം ദൈവത്തിന്റെ മുമ്പിൽ പാപവും ലോകത്തിന് മുന്നിൽ അപവാദവുമാണെന്ന് വ്യക്തമാക്കി. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കൊള്ള ഓർത്തഡോക്സ് മനസ്സിൽ അവശേഷിപ്പിച്ച വേദനയെക്കുറിച്ച് അദ്ദേഹം ആഴമായ ഖേദം പ്രകടിപ്പിച്ചു. വിശുദ്ധ നാട്ടിലേക്കുള്ള വഴി തുറക്കാനിറങ്ങിയ ക്രൈസ്തവർ കിഴക്കൻ ക്രൈസ്തവികതയുടെ ഹൃദയം തകർത്തത് കത്തോലിക്ക മനസാക്ഷിക്ക് ആഴമായ ഖേദത്തിന്റെ കാരണമാണ്. 2004 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കൊള്ളയുടെ 800ാം വാർഷിക കാലത്ത് എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ജോൺ പോൾ രണ്ടാമന്റെ ഖേദ പ്രകടനത്തെ ആദരവോടെയും നന്ദിയോടെയുമാണ് സ്വീകരിച്ചത്. 1453 ഹാഗിയ സോഫിയുടെ മുകളിലേക്ക് മുസ്ലിം മിനാരങ്ങൾ ഉയർന്നപ്പോൾ ക്രൈസ്തവ ലോകം കരഞ്ഞു. എന്നാൽ അതിന് ഏകദേശം 2.5 നൂറ്റാണ്ട് മുമ്പ് 1204 അതേ ഹാഗിയ സോഫിയുടെ വിശുദ്ധത തകർത്തത് പുറത്തുനിന്നെത്തിയ മറ്റൊരു മതത്തിന്റെ സൈന്യം ആയിരുന്നില്ല.
ക്രിസ്തുവിന്റെ കുരിശ് ചുമന്നവരായിരുന്നു. അതാണ് ഫോർത്ത് ക്രൂസേഡിന്റെ ഏറ്റവും വേദനാജനകമായ വൈരുദ്ധ്യം. 1204 ഒരു ചരിത്ര സംഭവം മാത്രമല്ല, സഭയുടെ ഐക്യം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന നിർണായകമായിട്ടുള്ള മുന്നറിയിപ്പാണ്. അധികാരമോഹം വിശ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ നേർക്കാഴ്ചയാണ്. സഹോദരനെ ശത്രുവായി കാണുമ്പോൾ ശത്രുവിന്റെ ആക്രമണത്തിന് മുമ്പേ നാം സ്വയം എങ്ങനെ തകർന്നു പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ്. ഹാഗിയ സോഫിയുടെ മൗനമായ ചുവരുകൾ ഇന്നും ആ വേദന ജനിപ്പിക്കുന്ന കഥ പറയുന്നുണ്ട്. കുരിശിന്റെ പേരിൽ വന്നവർ കുരിശിന്റെ തന്നെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച കഥ. ഫോർത്ത് ക്രൂസേഡ് ക്രൈസ്തവ ചരിത്രത്തിലെ മായാത്ത മുറിവായി നിലനിൽക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത് ഇസ്ലാമിക അധിനിവേശത്തിന്റെ നാളുകൾക്ക് മുമ്പ് ക്രൈസ്തവരാൽ പോലും ഉപേക്ഷിക്കപ്പെട്ട ഹാഗിയ സോഫിയുടെ ആ ഇരുണ്ട ചരിത്രത്തിലേക്കാണ്. അതുവരെ കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.